ഇടുക്കി അടിമാലി കുമളി ദേശീയപാതയിൽ അപകടങ്ങൾക്ക് അറുതിയില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ഉണ്ടായ വാഹനാപകടങ്ങളിൽ 10ഓളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. റോഡിന്റെ വീതിക്കുറവും റോഡിലെ ചിലയിടങ്ങളിലെ അശാസ്ത്രീയ നിർമ്മാണവുമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. ടൂറിസം മേഖലകളെ ബന്ധിപ്പിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ ദേശീയപാതയാണ് അടിമാലി കുമളി ദേശീയപാത. പശ്ചിമഘട്ട മലനിരകൾക്കിടയിലൂടെ കടന്നുപോകുന്ന റോഡ് ഉന്നത നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും അപകടങ്ങളേറെയാണ്. മതിയായ വീതിയില്ലാത്തതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. റോഡിന് ഇരുവശത്തും ഓടകളില്ലാത്തതും അപകടത്തിലേക്ക് വഴിവെക്കുന്നു. കഴിഞ്ഞ ദിവസം KSRTC ബസും മിനി ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് ഏറ്റവും ഒടുവിലുണ്ടായത്. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് ജീപ്പിനെ മറികടക്കുന്നതിനിടെയാണ് ബസ്സിലേക്ക് ലോറി ഇടിച്ചു കയറിയത്. റോഡിന്റെ വീതി കുറവാണ് ഈ അപകടങ്ങൾക്കെല്ലാം തന്നെ കാരണമായത്. നാഷണൽ ഹൈവേ ആണെന്ന് പറഞ്ഞാലും ആവശ്യമായ റോഡിന് ആവശ്യമായ വീതിയില്ല. വീതിയില്ലാത്തതും കലിങ്ങിന്റെ വീതി കുറവും ഒക്കെ വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഐറിഷ് ഓടകളില്ല. അതുപോലെ തന്നെ ഉള്ള ഓടകൾ ഒരാൾ താഴ്ചയിൽ ആളുകൾ താഴെ പോകുന്ന രീതിയിലാണ്. അപ്പം വാഹനങ്ങൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വാഹനങ്ങൾ താഴെ പോകാതിരിക്കാൻ വേണ്ടി അവർ പരമാവധി റോഡിന്റെ സെന്ററിലേക്ക് കയറി പോകാൻ നോക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒരു ദശാബ്ദത്തിനിടയിൽ 10ഓളം ആളുകളാണ് ഈ റോഡിലുണ്ടായ വിവിധ വാഹനാപകടങ്ങളിൽ മരിച്ചത്. ഡബിൾ കട്ടിംഗ് മുതൽ വെള്ളയാങ്കുടി വരെയുള്ള ഭാഗത്താണ് അപകടങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നത്. അടുത്തിടെ റോഡ് നവീകരിച്ചെങ്കിലും മതിയായ ഐറിഷ് ഓടകൾ നിർമ്മിച്ചിട്ടില്ല. കാലപ്പഴക്കം ചെന്ന മുന്നറിയിപ്പ് ബോർഡുകളാണ് ഈ പാതയിൽ എല്ലായിടത്തും വില്ലനാവുന്നത്. ഒപ്പം കാൽവരി മൗണ്ട് അടക്കമുള്ള ഇടങ്ങളിൽ വലിയ അപകട ഭീഷണി ഉയർത്തിയാണ് നിർമ്മിച്ച ഓടകളുള്ളത്. കൂടാതെ കൂറ്റൻ മൺതിട്ടകൾക്ക് മുകളിൽ നിന്നും വലിയ പാറക്കല്ലുകൾ റോഡിനോട് ചേർന്ന് കിടക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കാത്ത പക്ഷം മഴക്കാലത്ത് ഈ റോഡിൽ കൂടുതൽ അപകടങ്ങൾ തുടർക്കഥയായേക്കാനാണ് സാധ്യത. ജനം, ഇടുക്കി.